മലയോര ഹൈവേയിൽ കരവാളൂർ പിറക്കൽ പാലമുക്കിന് സമീപം വലിയ വളവിൽ ഇന്നലെ രാവിലെയാണ് മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുളത്തുപുഴ 50 ഏക്കർ ആശവിലാസത്തിൽ 41 വയസ്സുള്ള മനോജിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ മൃതദേഹം പിന്നീട് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന കുളത്തുപുഴ ESM കോളനി സ്വദേശി 21 വയസ്സുള്ള സുധീഷ് ഇന്ന് രാവിലെ മരണപ്പെടുകയായിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി. രണ്ടുപേരും കുളത്തുപുഴ സ്വദേശികളാണ് എന്നുള്ളതാണ് വേദനാജനകമായ മറ്റൊരു കാര്യം. ഇരുവരും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോകവേ 7:30യോടെയാണ് അപകടമുണ്ടായത്. പുനലൂരിൽ നിന്നും കോൺക്രീറ്റ് ജോലിക്കുള്ള തൊഴിലാളികളുമായി അഞ്ചലിലേക്ക് അമിത വേഗത്തിൽ വന്ന പിക്കപ്പ് ഈ മിനി ലോറി ഇവരുടെ ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇരുവർക്കും സുധീഷിനും മനോജിനും സ്ഥലത്ത് വെച്ച് തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം നാട്ടുകാർ നടത്തിയെങ്കിലും രണ്ടുപേരും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരാൾ തെറിച്ച് സമീപത്തെ ഓടയിലും മറ്റൊരാൾ പിക്കപ്പിന്റെ അടിയിലും പെടുകയായിരുന്നു. നാട്ടുകാർ ഓടിയെത്തി പിക്കപ്പ് പിന്നിലേക്ക് കെട്ടി വലിച്ചു മാറ്റിയാണ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയയാളെ പുറത്ത് എടുത്തത്. പിന്നീട് ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. രണ്ടുപേരും മരിച്ചിരിക്കുന്നു. ജോലിക്ക് പോകവെയാണ് ഇരുവരും അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഇന്നലെ രാവിലെ 7:30യോടെയായിരുന്നു അപകടമുണ്ടായത്. മലയോര ഹൈവേയിൽ കരവാളൂർ പിറക്കൽ പാലമുക്ക് സമീപം വലിയ വളവിലായിരുന്നു അപകടമുണ്ടായത്. ഇതേ സമയം തന്നെ മലയോര ഹൈവേയിൽ ഇന്നലെ മറ്റൊരു അപകടം കൂടി നടന്നിരുന്നു. 11-ാം മൈലിൽ നിയന്ത്രണം വിട്ട കാർ ഏതാണ്ട് 50 അടിയിലധികം താഴ്ചയിലേക്ക് മറിയുന്ന ഒരു അപകടമുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു റബ്ബർ മരത്തിലിടിച്ച് റബ്ബർ മരം ഒടിഞ്ഞ് പോയെങ്കിലും റബ്ബർ മരത്തിലിടിച്ച് വാഹനം അധിക ദൂരത്തേക്ക് തെറിക്കാതിരുന്നതിനാൽ അവിടെയും വലിയ അപകടം ഒഴിവായി. ഇവർ കർണാടകയിൽ നിന്നും ടൂറ് പോകുന്നതിനായി വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു. എന്തായാലും ഇവരിൽ 3 പേർക്ക് പരിക്കേറ്റെങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാഹനം ഇപ്പോൾ ഈ വലിയ താഴ്ചയിൽ നിന്നും പുറത്തെത്തിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റവർ ഇന്ന് ട്രെയിൻ മാർഗം തിരികെ പോകുമെന്നാണ് കുളത്തുപുഴ പോലീസ് പറഞ്ഞത്. ഇവർ രാമേശ്വരത്തേക്ക് പോകാൻ എത്തിയതായിരുന്നു. എന്തായാലും ഈ അപകടത്തിൽ ആർക്കും പരിക്കുണ്ടെങ്കിൽ തന്നെ നിസ്സാരമായ പരിക്കാണ്. അതേസമയം തന്നെ മലയോര ഹൈവേയിൽ കരവാളൂരിൽ നടന്ന അപകടത്തിൽ 2 യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. 2 കുടുംബത്തിന്റെ അത്താണികളായിരുന്ന കുളത്തുപുഴ 50 ഏക്കർ സ്വദേശി മനോജ്, അതുപോലെ തന്നെ ESM കോളനി സ്വദേശി സുധീഷ്. ഒരാൾക്ക് 41 മറ്റൊരാൾക്ക് 21 വയസ്സ് മാത്രമാണ് പ്രായം. ഇരുവരും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോകവെയാണ് അപകടത്തിൽപ്പെട്ടത്.